ഹലോ ഗെയ്സ്, നിങ്ങൾക്ക് ഒരു ഫിഫ കാർഡ് ഉണ്ടാക്കണം. അതിൽ നേരെ ഗൂഗിളിൽ പോവുക, എന്നിട്ട് സെർച്ച് എടുക്കുക, ഫിഫ റോസ്റ്റർ കാർഡ് ക്രിയേച്ചർ എടുക്കുക. അതിൽ ഒന്നാമത് ഇരിക്കുന്ന ഫിഫ 25 കാർഡ് ക്രിയേച്ചർ എടുക്കുക. അതിനുശേഷം അതിലൂടെ വന്നാൽ നമ്മൾക്കിങ്ങനെ ഒരു ഇതാവും. അടി പോയാൽ നമുക്കൊരു പ്ലെയറിൻ്റെ ഫോട്ടോ കാണിക്കും, ടൈപ്പ് പ്ലെയർ. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലെയറിൻ്റെ നെയിം അടിക്കാൻ. അപ്പോൾ തൽക്കാലം മെസ്സി അടിക്കുന്നുണ്ട്. എന്നിട്ട് മെസ്സി വന്നാൽ നമുക്കതിൽ നിന്ന് ഒരു മെസ്സിനെ തിരഞ്ഞെടുക്കാം. ബിഗ് ലെറ്റർ അടിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് അതിൽ നിന്നൊരു മെസ്സിനെ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ രണ്ടാമതിൽ കിടക്കുന്ന മെസ്സിനാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എത്രാമത്തെ ഫിഫയാണ് വേണ്ടത്, ഫിഫ 2025 ആണോ വേണ്ടതെന്ന് നോക്കുക. ഫിഫ ഞാൻ ഇപ്പോൾ തൽക്കാലം ഫിഫ 60 എടുക്കുന്നുണ്ട്. ഫിഫ 60 വേണ്ട, 24 എടുക്കും. ഫിഫ 24 എടുക്കുന്നുണ്ട്. ഇതിന് ശേഷം മറ്റേലും ഫിഫ 2024 എടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഒരു ഇത് കാണില്ലേ, നിങ്ങൾക്ക് ഏത് വർഷത്തെ ഏത് ഇതാണ് വേണ്ടത് നോക്കാം. കാറിൻ്റെ മോഡൽ ഞാൻ അങ്ങനെ കാണിച്ചു തന്നെ. ഇവിടെ വളരെ കാർഡ്സ് ഉണ്ട്, അതിലൂടെ നമുക്ക് തിരഞ്ഞെടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കളിക്കണ ഇപ്പോൾ ഐക്കോൺ ലെജൻഡ് എടുക്കുന്നുണ്ട്. ഐക്കോൺ ലെജൻഡ് എടുക്കട്ടെ. ഞാനിപ്പോൾ സെറ്റായി. അപ്പോൾ ഇവിടെ പോയിട്ട് കാർഡ്ബോർഡ് ഷെയിനും ഫീച്ചർഡ് ഐക്കോൺ എടുക്കുക, അത് അടിച്ചെടുക്കുക. പിന്നെ അടിക്കുക, പ്ലേ സ്റ്റൈൽ കാണാം നിങ്ങൾക്ക്. അതിൽ 4 ഇനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടിക്കാം. ഞാൻ ഇപ്പോൾ ഇതിലെടുക്കുന്നത് പവർ ഷോട്ട് എടുക്കാം. പവർ ഷോട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ രണ്ടാമത്തേത് ഞാൻ എടുക്കുന്നത് ലോങ് ബോൾ പാസ്സാണ്. മൂന്നാമത്തേത് ഞാൻ നോക്കണം. മൂന്നാമത്തേത് നമുക്ക് മെസ്സിക്ക് പറ്റിയത് ഏതാണെന്ന് നിങ്ങൾ പറയാം. ഇപ്പോൾ മെസ്സിക്ക് ഞാനിപ്പോൾ ഇവിടെ നോക്കുന്നത് ഞാൻ ക്യുക്ക് റിഫ്ലക്സാണ് എടുക്കുന്നത്. അത് ലാസ്റ്റായിട്ട് ഞാൻ പവർ ഷോട്ട് എടുക്കുന്നുണ്ട്. പിന്നെ പ്ലെയർ ഡാറ്റ എലിമെൻറ്റ്സ് എടുക്കുക. അതിൽ ന്യൂ ഫീൽഡ് എടുക്കുക. ന്യൂ ഫീൽഡ് എടുത്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് ഫോട്ടോ വരും, നോക്കണ്ട. അതിനുശേഷം ഐക്കോൺ ഫിൽറ്റർ എടുക്കുക. നിങ്ങൾ ഐക്കോൺ ഫോട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഐക്കോൺ ഫിൽറ്റർ എടുക്കുക. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ മെസ്സിക്ക് റേറ്റിംഗ് കൊടുക്കാൻ. അപ്പോൾ 98 അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം പൊസിഷനിങ്. അതിനുശേഷം ക്ലബ്ബ് നമുക്ക് ഐക്കോൺ ഉണ്ടാക്കണം. അപ്പോൾ ഐക്കോണിൽ നിന്ന് അടിച്ചെടുക്കാം. ഐക്കോണിൽ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ അടിക്കായിട്ട് ഐക്കോൺസ് 2 വരും. അതിലൊന്നും തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ പേസ്, ഷൂട്ടിംഗ്, പാസ്, ഡ്രിബിളിംഗ്, ഡിഫെൻഡിങ്, ഫിസിക്കൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിംഗ് കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് മെസ്സിയുടെ ഒരു ഫോട്ടോ ഇങ്ങനെ വരുന്നതായിരിക്കും.